പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് ഒരു വ്യക്തിയായിട്ടല്ല, ഒരു സമൂഹത്തിന്റെ, അതായത് പ്രവാസി സമൂഹത്തിന്റെ, പ്രവാസി എന്ന് പറയുമ്പോൾ മൊത്തം പ്രവാസികളെ കുത്തക ഞാൻ ഏറ്റെടുക്കല്ല, കുറഞ്ഞൊരു വിഭാഗം പ്രവാസികളുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നത്. കാരണം വ്യക്തമായിട്ട് പറഞ്ഞാൽ 26 വർഷമായി ഞാൻ പ്രവാസം ചെയ്യുന്നു തുടങ്ങിയിട്ട്. ചുരുക്കം പറഞ്ഞാല് എന്താ പറയാ, ഒരു ജീവിക്കാൻ മറന്നുപോയ ഒരു പമ്പര വിഡ്ഢി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിശേഷിപ്പിക്കാം, തെറ്റില്ല അതില്. എന്നെപ്പോലെ ഞാൻ മാത്രമല്ല 1000 അങ്ങനെ നമ്മുടെ ഗൾഫ് സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രതിനിധിയായിട്ടാണ് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, ഞാൻ ശരിക്കും ജീവിക്കാൻ മറന്നുപോയ വ്യക്തിയാണ്. എന്താ വെച്ചാൽ പലപ്പോഴും നമ്മളെന്താ പറയാ, ഒരു ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഈ ബന്ധങ്ങളുടെ ബന്ധനങ്ങള് നമ്മൾ വേട്ടയാടിക്കൊണ്ടിരിക്കും. പല ഘട്ടങ്ങളിലും പല കാര്യങ്ങളും നമുക്ക് തടസ്സങ്ങൾ നേരിട്ട് വരും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി ഞാൻ ഒരു മെസ്സേജ് തരുന്നത് എന്താ വെച്ചാല്, ഇനി വരുന്ന, അതായത് ഇപ്പോ ഗൾഫിലുള്ള പുതുതലമുറക്കും വരാൻ പോകുന്ന തലമുറക്കും ഇല്ല എന്ന 2 അക്ഷരം, ആ ഒരു വാക്ക് നിങ്ങൾ എന്ന് പറയാൻ മടിക്കുന്നുവോ അതുവരെ നിങ്ങൾ രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മൾ അവശ്യ സമയത്ത്, അതായത് ആ ഘട്ടങ്ങളിൽ വേണ്ടി വരുന്ന ഒരു ഘട്ടങ്ങളുണ്ട്, ഇല്ല എന്ന് പറയാൻ നമ്മൾ മടി കൂടാതെ പറയേണ്ട ഒരു ഘട്ടങ്ങൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും സുഹൃത്തുക്കൾ, നിങ്ങൾ പറഞ്ഞേ പറ്റൂ. ആ 2 അക്ഷരം എന്ന വാക്ക്, ഇല്ല എന്ന വാക്കിന് 1000 അർത്ഥങ്ങളുണ്ട്. അപ്പൊ അത് പറയേണ്ട സന്ദർഭങ്ങളിൽ ആ ഒരു വാക്ക് നിങ്ങൾ പറയണം, പറഞ്ഞു പഠിക്കണം, എങ്കിലേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞു 26 വർഷമായി. ഇത് എന്റെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല സുഹൃത്തുക്കള്, കുടുംബജീവിതം, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം വട്ടപൂജയാണ്. അപ്പൊ ഇപ്പൊ ഞാൻ ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോഴും പലരും പല രീതിയിലുള്ള സഹായങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് എന്നെ വിളിക്കുന്ന, എനിക്ക് മെസ്സേജ് അയക്കുന്ന, ഫോൺ ചെയ്യുന്ന, പലതും ചെയ്യുന്നു. പക്ഷെ തുറന്ന് പറയാം, ഇനി ഞാനൊന്ന് ജീവിക്കട്ടെ, എനിക്ക് വേണ്ടിയിട്ട്, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് കുറച്ച് ജീവിച്ചോട്ടെ. അതുകൊണ്ട് എന്നെ പോലത്തെ, ഞാനൊന്ന് പറയുമ്പോൾ എന്നെ ഇപ്പൊ പറയുന്നത് എന്നെ വ്യക്തമായിട്ടില്ല, ഞാൻ പറഞ്ഞില്ല, ഒരു സമൂഹം, പ്രവാസി സമൂഹത്തിന്റെ കാര്യം പറയണേ, ഞങ്ങളെ പോലെ സമൂഹത്തിന് ജസ്റ്റ് നിങ്ങളൊന്ന് വെറുതെ വിട്, കുറച്ച് ഞങ്ങളൊന്ന് ജീവിച്ചോട്ടെ, ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചോട്ടെ. പലപ്പോഴും എന്റെ അനുഭവം വെച്ച് ഞാൻ പറയാം, എന്റെ ആവശ്യങ്ങൾ, അതായത് എന്റെ ഭാര്യ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ മക്കളെന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ, ഈ ആവശ്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് പോലും മറ്റുള്ളവരെ സഹായിക്കേണ്ട ഘട്ടങ്ങൾ ഞങ്ങൾക്ക് വരാറുണ്ട്. എന്നെ പോലത്തെ ആളുകൾക്ക് വരാറുണ്ട്, എനിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ദയവായിട്ട് ഞങ്ങളുടെ സമൂഹത്തെ, ഈ പ്രവാസി സമൂഹത്തെ, എന്നെ പോലത്തെ കഷ്ടത അനുഭവിക്കുന്ന പ്രവാസി സമൂഹത്തെ ദയവായിട്ട് വെറുതെ വിടുക. നിങ്ങൾ അധ്വാനിച്ച് ജീവിക്കുക. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഈ ഗൾഫ് പ്രവാസികളെ, ഞങ്ങളെ പോലെ പ്രവാസികളെ തലയെ കെട്ടി വെക്കാതെ നിങ്ങളും ഒന്ന് അധ്വാനിച്ച് ജീവിക്കുക. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ മണിമാളികയിലൊന്നുമില്ല. ഞങ്ങൾക്ക് അവസ്ഥ ഇപ്പൊ റൂമിന്റെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് കഴിഞ്ഞാണല്ലോ നിങ്ങൾക്ക് ഞെട്ടിപ്പോവും. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ പോലെ പ്രവാസികൾ ദയവായിട്ട് വെറുതെ വിടുക. കുറച്ച് നിങ്ങൾക്ക് അധ്വാനിച്ച് ജീവിക്കുക. കുറച്ച് അവിടെ നാട്ടിൽ തന്നെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് ദയവായിട്ട് എന്നെപ്പോലത്തെ സമൂഹത്തെ, എന്നെ പോലത്തെ പ്രവാസി സമൂഹത്തെ കുറച്ചും ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കുക. ഇതൊരു അപേക്ഷയാണ്. ഓക്കെ, ബൈ.